എങ്ങനെയുണ്ട് നമ്മുടെ ആന? അപ്പോൾ ഇത് കാണുമ്പോൾ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ ഞാനിന്ന് നമ്മുടെ ഗുരുവായൂരടുത്തുള്ള പുന്നത്തൂർ കോട്ടയിലാണുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ ആനകളൊക്കെ ഇവിടെയാണ് നിർത്തിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളിന്ന് രാവിലെ ഗുരുവായൂർ പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ എല്ലാവരും കൂടി. അപ്പോൾ അങ്ങനെ ഞാൻ, അഞ്ചു, അമ്മ, കുട്ടികൾ, സിസ്റ്റർ, അവരെ മക്കൾ, അങ്ങനെ എല്ലാവരും കൂടി പോയതായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടേക്ക് കയറാൻ എൻട്രി ഫീസ് എന്ന് പറയുന്നത് വലിയ ആളുകൾക്ക് 20 രൂപയും കുട്ടികൾക്ക് 10 രൂപയും, പിന്നെ മൊബൈലിന് ഒരു 25 രൂപയാണ് അവർ ഈടാക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അകത്ത് കയറി. കൂടുതൽ ഇപ്പോൾ ആനകളൊന്നും കൂടുതൽ കാണുന്നില്ല കേട്ടോ, എന്ത് പറ്റിയെന്ന് അറിയില്ല. ഇവിടെ നമ്മൾ കാണുന്ന ഭാഗത്ത് കുറച്ച് ആനകൾ, മറ്റത് ഒരുപാട് ആനകൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ഇവിടെ ഗുരുവായൂർ വരുമ്പോൾ നമ്മൾ ഈ ആനകളൊക്കെ ഒന്ന് കാണാച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. പിന്നെ ഇവരൊക്കെ ഇവിടെ ഇങ്ങനെ പിടിച്ച് കെട്ടിയിടുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ കാട്ടിൽ വളരെ സമാധാനപരമായിട്ട് കഴിയണ ഇവരൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ കെട്ടിയിട്ട് പീഡിപ്പിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഏതായാലും വരുമ്പോൾ നമ്മൾ ഈ ആനകളെ കാണുക. പിന്നെ ആന കാണുമ്പോൾ ഒരു ഹരമാണ് കേട്ടോ, എത്ര കണ്ടാലും മതി വരാത്ത ഒരു സംഭവമാണ് നമ്മുടെ ആന. അവിടെ കുറച്ച് ഓഫീസുകളൊക്കെ ഉണ്ട്, ഒരു ലൈഫ് സ്റ്റോക്ക് ഓഫീസ്, പിന്നെ ഓഫീസർമാർ, വെറ്റിനറി ഡോക്ടർമാർ, പാപ്പാന്മാർ, അങ്ങനെ അഡ്മിനിസ്ട്രേഷൻ ഓഫീസ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് നമ്മളിതൊന്നിങ്ങനെ നടന്ന് കാണാം, അത്രേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. ഈ വെറ്റിനറി ഓഫീസറെ റൂമാണ്. ഇവിടെ പാപ്പാന്മാരും ആളുകളൊക്കെയാണ് അവിടെ ഇരിക്കുന്നത് കേട്ടോ. ഇതാ നമ്മുടെ ആനക്കൂടുള്ള പനമ്പട്ടയൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു പുതിയ സർവീസ് കൂടി, ബഗ്ഗി സർവീസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അഞ്ചു, അമ്മയും, സൂര്യനും, ലക്ഷ്മിയൊക്കെ അതിൽ കയറി 30 രൂപയാണ് അതിനവർ ചാർജ് ഈടാക്കുന്നത് കേട്ടോ. അപ്പോൾ അവർ കയറി അതിൽ പോയി ഞങ്ങൾ 2-3 ആളുകൾ ഇങ്ങനെ നടന്ന് ആനയുടെയൊക്കെ കണ്ട് കഥയൊക്കെ പറഞ്ഞ് ഞാൻ പോകുന്നത്. ഇതാണ് കാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ആനേനെ മെരുക്കാനുള്ള അവരുപയോഗിക്കുന്ന ഒരു സംഭവം കേട്ടോ. പിന്നെ ആനകളൊക്കെ അത്യാവശ്യം ഒക്കെ നല്ല ആക്റ്റീവായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഈ ആനകളെ തന്നെ കാണാനുള്ളൂ കേട്ടോ അവിടെ. എന്നാലും അത് നമ്മൾ എത്ര കണ്ടാലും മതി വരാത്ത ഒരു സംഭവമാണ് നമ്മുടെ ഈ ആനകളെ. അപ്പോൾ എല്ലാ ആനകൾക്കും പേര് അവിടെ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറേ ബോർഡുകളൊന്നും കാണുന്നില്ല കേട്ടോ. അപ്പോൾ മൂപ്പര് ആ പനമ്പട്ട ഇങ്ങനെ തിന്നാണ്. ഇത് പിന്നെ കുറച്ച് ഇതൊക്കെ പേരവിടെ ഉണ്ട്, പക്ഷെ ഒക്കെ പകുതി മാഞ്ഞു പോയ കാരണം പേരുകളൊന്നും കാണുന്നില്ല. ഇത് അടുത്തൊരാന, അവരൊക്കെ പേരുകൾ ഇവിടെ തന്നെ ഉണ്ടാവും. ഒന്നും കാണാത്ത കാരണം എനിക്ക് വായിക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ എന്താ അവിടെ എല്ലാ ക്ലീനിങ് കാര്യങ്ങൾ, കുളിപ്പിക്കൽ ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. അതിനൊക്കെ ആളുകൾ, ജീവനക്കാരവിടെ ഒരുപാടുണ്ട് കേട്ടോ. ഇതിൻ്റെ പേര് സിദ്ധാർത്ഥൻ എഴുതി വെച്ചിട്ടുണ്ട്, അത് കണ്ടു. പിന്നെ ഈ ആനയുടെ കുളിസീൻ നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറയേണ്ടതാ. തേച്ച് കുളിപ്പിക്കുകയാണ് 2-3 ആൾക്കാർ കയറി നിന്നിട്ട് ചകിരി വെച്ചിട്ട് തേച്ച് കുളിപ്പിക്കുകയാണ്. അല്ല, അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടാവുള്ളൂ, അതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഒരുപാട് ആനകളെ ഓരോരുത്തരായിട്ട് കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ കുന്നത്തൂർ കോട്ടയിലേക്ക് വരുമ്പോൾ, ഈ ഗുരുവായൂരൊക്കെ വരുമ്പോൾ ഈ ആനക്കോട്ടയൊന്ന് കണ്ട് സന്ദർശിച്ച് പോവാം കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മുടെ വീഡിയോ ലൈക്ക്, ഷെയർ, കമൻറ്റ് ഒക്കെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതിന് വളരെ സന്തോഷം, നന്ദി. താങ്ക് യു.